T20 സുപ്രധാന മൈൽസ്റ്റോണുകളും ഈ മത്സരത്തിൽ ഡിക്കോക്ക് പിന്നിട്ടു. ഇന്നിംഗ്സിലെ ആദ്യ ബൗണ്ടറി കണ്ടെത്തിയ ക്വിന്നി T20 12,000 റൺസ് എന്ന അപൂർവ നേട്ടവും സ്വന്തമാക്കി. തൊട്ടു പിന്നാലെ കുട്ടി ക്രിക്കറ്റിൽ കൂടുതൽ റൺസ് നേടുന്ന ദക്ഷിണാഫ്രിക്കൻ താരമായും പേരെഴുതി ചേർത്തു. ഇക്കാര്യത്തിൽ ഫാഫ് ഡു പ്ലസീസിനെയാണ് വിക്കറ്റ് കീപ്പർ ബാറ്റർ മറികടന്നത്. 416 ഇന്നിംഗ്സുകളിൽ നിന്നായി 12,113 റൺസാണ് ഡിക്കോക്കിന്റെ സമ്പാദ്യം. ഡേവിഡ് മില്ലറിനും റിലി റൂസോക്കും ശേഷം 2 2020 സെഞ്ചുറി നേടുന്ന അപൂർവ ക്ലബിലും ഡിക്കോക്ക് ഇടം പിടിച്ചു. 2023 ഇതേ സെഞ്ചുറിയനിൽ വിൻഡീസിനെതിരെയായിരുന്നു അന്ന് ശതകം കുറിച്ചത്. അന്നും ഇന്നും 43 പന്തുകളാണ് 3 അക്കം തൊടാനായി നേരിട്ടതെന്നതും പ്രത്യേകതയായി നിലനിൽക്കുന്നു. 6 ഫോറും 10 സിക്സറും സഹിതം 49 പന്തിൽ 115 റൺസാണ് ക്വിന്റൺ ഡിക്കോക്ക് അടിച്ചെടുത്തത്. ഡിക്കോക്കിനൊപ്പം റയാൻ റിക്കിൾട്ടന്റെ ഫോമിലേക്കുള്ള മടങ്ങിവരവും ദക്ഷിണാഫ്രിക്കക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. പോയ മത്സരത്തിൽ 36 പന്തിൽ 9 ഫോറും 3 സിക്സറും സഹിതം 77 റൺസാണ് റിക്കിൾട്ടൺ അടിച്ചെടുത്തത്. നേരത്തെ T20 സ്ക്വാഡിൽ ഉൾപ്പെടാതിരുന്ന 29-കാരൻ ടോണി ഡിസോസിക്ക് പരിക്കേറ്റതോടെ റീപ്ലേസ്മെന്റ് ആയാണ് എത്തിയത്. ഇരുവരുടെയും തകർപ്പനടിയിൽ സന്തോഷിക്കുന്ന മറ്റൊരു ടീം മുംബൈ ഇന്ത്യൻസ് ആണ്. IPL അടുത്തിരിക്കെ ഇരു വിക്കറ്റ് കീപ്പർമാരും ഫോം തുടർന്നാൽ മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച് അത് പോസിറ്റീവ് സിഗ്നലാണ് നൽകുന്നത്. കഴിഞ്ഞ മിനി ലേലത്തിൽ 1 കോടിക്കാണ് മുംബൈ ഡിക്കോക്കിനെ ഒപ്പം നിർത്തിയത്. നേരത്തെ IPL ലേലത്തിലുള്ളവരുടെ ലിസ്റ്റിൽ ഇല്ലാതിരുന്ന ഡിക്കോക്ക് മുംബൈ ടീമിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് പേര് ആഡ് ചെയ്തത്. റിക്കിൾട്ടന്റെ മോശം പ്രകടനവും ഡിക്കോക്കിനെ കൊണ്ടുവരുന്നതിലേക്ക് നയിച്ചിരുന്നു. എന്നാൽ ലോകകപ്പിന് തൊട്ടു മുൻപ് റിക്കിൾട്ടനും ഫോം കണ്ടെത്തിയതോടെ മുംബൈക്ക് ടോപ്പ് ഓർഡറിൽ 2 മികച്ച ഓപ്ഷനുകളായി. മറുഭാഗത്ത് വെസ്റ്റ് ഇൻഡീസിനെ 200 കടത്തിയതിലെ പ്രധാന പേരുകാരൻ ഷെർഫൻ റുദർഫോർഡ് ആയിരുന്നു. കഴിഞ്ഞ മിനി ലേലത്തിന് മുൻപായി ട്രേഡിലൂടെ വിൻഡീസ് ബിഗ് ഹിറ്ററെയും മുംബൈ ഒപ്പം എത്തിച്ചിരുന്നു. 6ാം കിരീടം ലക്ഷ്യമിടുന്ന MIയുടെ ഈ ഡീലും മോശമായില്ലെന്നാണ് തെളിയുന്നത്.